ഗുജറാത്തിൽ മഹിസാഗർ നദിയിലെ പാലം തകർന്നുണ്ടായ അപകടത്തിൽ നിരവധി പേർ മരിച്ചതിൽ സർക്കാരിനെതിരെ ജനരോഷം കനക്കുന്നു. പാലത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് പലതവണ അറിയിച്ചിട്ടും അധികൃതർ ഒരു നടപടിയും എടുത്തില്ലെന്നാണ് ആരോപണം. അപകടത്തിൽ മരണം 16 ആയി. ഗുജറാത്തിലെ വഡോദരയിൽ ഇന്നലെ ഗംഭീര പാലം തകർന്നുണ്ടായ അപകടത്തിൽ BJP സർക്കാരിനോടുള്ള ജനരോക്ഷം കനക്കുകയാണ്. തകർന്ന പാലത്തിന്റെ അപകടാവസ്ഥ പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. പാലം സുരക്ഷിതമല്ലെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പിന് കത്തെഴുതിയിരുന്നു. 2022 ഓഗസ്റ്റിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കണമെന്നും പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വീണ്ടും ആവശ്യപ്പെട്ടു. നിരവധി തവണയാണ് ജില്ലാ കളക്ടറേറ്റിൽ നേതാക്കൾ ഇതിനായി കയറിയിറങ്ങിയത്. പിന്നീട് പാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും പഴയ പാലം അടച്ചില്ല. വലിയ വാഹനങ്ങൾക്കടക്കം പോകാൻ അനുമതി നൽകി. ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ പോലും പാലത്തിൽ കുലുക്കം അനുഭവപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇന്നലെ അപകടമുണ്ടായത്. മധ്യ ഗുജറാത്തിനെ സൗരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. 40 വർഷം പഴക്കമുള്ള പാലത്തിന്റെ സ്ലാബ് തകർന്ന് പുഴയിൽ പതിക്കുകയായിരുന്നു. നദിയിൽ വീണ 5 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.